നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ഏട്ടൻ്റെ വീട്ടിലാണ്. അപ്പം ശനിയാഴ്ചയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് നല്ലൊരു ക്ലൈമറ്റ്. മഴയില്ല, വെയിലില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ഈ സമയത്ത് മലമ്പുഴ കവയൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ശരി എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോഴത്തേക്കുമാണ് മലമ്പുഴ പഞ്ചായത്തിൻ്റെ അവിടെ ഏട്ടൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചായത്തിൽ ചേട്ടൻ്റെ വണ്ടി കിടക്കുന്ന കണ്ടപ്പം അന്നെങ്കിൽ സർപ്രൈസായിട്ട് ചേട്ടനൊന്ന് കണ്ടിട്ട് പോവാം. നമ്മളിപ്പം ഇവിടെ വന്ന കാര്യവും പാലക്കാട് എത്തിയ കാര്യമൊന്നും ചേട്ടന് അറിയത്തില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലോട്ട് പോകുവാണ്. തിരക്കാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും മനസ്സിലായി ചേട്ടൻ കുറച്ച് തിരക്കിലാണ്. തിരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ടിട്ട് മീറ്റിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേഗം വരാം, ഒന്ന് ഒതുക്കിയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് അങ്ങോട്ട് കയറാൻ കാരണം ചേട്ടന് ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചേട്ടനെയും കൂടെ കൂട്ടി മലമ്പുഴയിലോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഇത് ചേട്ടൻ മീറ്റിങ്ങിലാണ്. നമ്മളിവിടെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ നമ്മുടെ അടുത്തോട്ട് വന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് മീറ്റിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല, തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കൊണ്ടിട്ട് വിചാരിക്കുന്ന പോലെ ഓഫീസ് ടൈമിൽ കറക്റ്റായിട്ട് നമ്മൾ കഴിയുമ്പോൾ ഇറങ്ങാനൊന്നും പറ്റില്ല, ഒരുപാട് ടൈം എടുക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നമ്മൾ ചേട്ടനെ കണ്ട് കുറച്ച് നേരം പുറത്തു നിന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മലമ്പുഴയിലോട്ട് പോകുവാണ്. നമ്മളിപ്പം മലമ്പുഴ ഡാമിൻ്റെ തെക്ക് സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പോകുന്ന വഴി. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡാമിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പോവാം. നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ സമയത്ത് മഴക്കാറൊക്കെ ചെറുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു ടൈം 5 മണിയൊക്കെ ശേഷം ആയത് കൊണ്ടിട്ടും ആകാൻ തിരക്ക് കുറച്ച് കുറവുണ്ട്. തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. പാർക്കിംഗ് എവിടെയും കിട്ടത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാനാണെങ്കിൽ പോകാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എവിടെയും ഒന്ന് നിർത്തി ഇറങ്ങാനോ ഒന്നും പറ്റത്തിണ്ടാവില്ല. അപ്പം ഇപ്പം വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി നിർത്തി എല്ലാവരും കൂടെ ഇറങ്ങിപ്പോകൽ നടക്കില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് അതിൻ്റെ അടുത്തൊക്കെ തന്നെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകുകയാണ് ചെയ്യുന്നത്. ഓരോ ക്ലൈമറ്റിലും വ്യത്യസ്തമാർന്ന ഭംഗി നൽകുന്ന ഒരു സ്ഥലമാണ് ഈ കവ. മഴ ഇല്ലാത്ത ടൈമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡിനോട് ചേർന്ന് ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് അങ്ങ് ഇറങ്ങിപ്പോയി ഒരു മൈതാനം പോലെ വെള്ളമില്ലാണ്ട് കിടക്കുകയായിരിക്കും. അപ്പം നമുക്ക് ഇറങ്ങിപ്പോയി കളിച്ച് ആ വെള്ളത്തിനടുത്തോട്ടൊക്കെ നടന്ന് അങ്ങ് അറ്റം വരെ പോവുക, അങ്ങനെയൊരു രീതിയാണിത്. മഴയുള്ള ടൈമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റോഡിനോട് ചേർന്ന് വരെ വെള്ളം ഉണ്ടാവും. ഇപ്പം ഡാമും അത് കാരണം തുറന്നു വിട്ടിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ മഴയില്ലാത്ത ടൈമിനാണ് ഈ മലമ്പുഴ ഡാമിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയി ഒരു സർക്കിൾ പോലെ ചുറ്റി നമുക്ക് അപ്പുറത്ത് റൈറ്റ് സൈഡിൽ എത്താം, ഡാമിൻ്റെ അപ്പുറത്തോട്ട് എത്താനും. അതും ഒരു പ്രത്യേക ഇതാണ്, അങ്ങനെ ചുറ്റി വരിക എന്നുള്ളത്. ഇപ്പോൾ ഈ ടൈമിൽ പോവുകയാണെങ്കിൽ വെള്ളം ഇത്രയും ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ റോട്ടിൽ കൂടെ തന്നെ തിരിച്ച് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് പോകാം. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ടൈമിൽ പോകുമ്പോൾ ഈ കവ വ്യത്യസ്തമാർന്ന ഭംഗിയിൽ നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പം ഞങ്ങൾ പാലക്കാട് വന്നാലും നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വശത്തേക്ക് എന്തായാലും വരാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇത്തവണ ഇങ്ങോട്ട് വന്നപ്പോൾ വിചാരിച്ചൊരു ക്ലൈമറ്റൊക്കെ അടിപൊളി. പിന്നെ അവിടെ പഴംപൊരിയും ബീഫും കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ കയറി നമുക്ക് അതൊക്കെ കഴിക്കാൻ, ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്ന് നമുക്ക് ഫുഡും അടിക്കാമെന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് പോരും തോറും മഴക്കാർ നല്ലതുപോലെ വെക്കുന്നുണ്ട്. അങ്ങോട്ട് അറ്റത്തോട്ട് ചെല്ലും തോറും നമുക്ക് ഡൗട്ടുണ്ട്, മഴ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇറങ്ങാൻ പോലും പറ്റില്ല, ആ ഒരവസ്ഥയിലാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ചപ്പാത്ത് പോലെ ഉണ്ട് വെള്ളം, ആ ചെറിയൊരു വെള്ളച്ചാട്ടം അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ആ വെള്ളം ഒഴുകി ഡാമിലോട്ട് പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പം ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കുഞ്ഞു വെള്ളച്ചാട്ടമല്ലേ, ഇറങ്ങി നിന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ കുട്ടികളെയും കൊണ്ട് വരുന്നവരൊക്കെയാണ് കൂടുതലും ഇവിടെ നിർത്തി അവർക്ക് കളിക്കാനായിട്ടുള്ള ആ ഒരു ഇത് കൊടുക്കുന്നത്. കാര്യം വേറെ എവിടെയും ഇതേപോലെ സേഫായിട്ട് നിർത്തി നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അത്തരത്തിലുള്ള കണ്ട കുട്ടികൾ കളിക്കുന്നുണ്ട്, അങ്ങനെ നിന്ന് കളിക്കാം. അവർക്ക് ആരെയും പിടിക്കുകയും വേണ്ട, ഒന്നും ചെയ്യേണ്ട, അവർക്ക് എൻജോയ് ചെയ്യാം. അത്തരം ഒരു സ്പേസാണ് അതിവിടെ. അവിടെയും കുറച്ച് വണ്ടികളുണ്ട്. ഇപ്പം തിരക്കില്ലാത്തത് കൊണ്ടാണ് ഇത്ര, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആയേനെയിരുന്നു. ഇപ്പം തിരക്ക് കുറഞ്ഞ് വരുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ പാർക്കിംഗ് സ്പേസുകളൊക്കെ എവിടെയെങ്കിലുമായിട്ടൊക്കെ ഇച്ചിരി കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നിടത്ത് നിർത്തി അവിടെ ഒന്ന് നിന്ന് കുറച്ച് നേരം പിള്ളേരും ഒക്കെ ആയിട്ട് നിന്നൊന്ന് ആസ്വദിച്ച് പിന്നെയും മുമ്പോട്ട് പോകും. അങ്ങനെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മഴക്കാർ നല്ലതുപോലെ വെച്ചുകൊണ്ട് ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വണ്ടിയുടെ അടുത്തൊന്നും അങ്ങോട്ടേക്ക് മാറിയൊന്നും പോകുന്നില്ല. അതിൻ്റെ അടുത്തൊക്കെ തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. പിന്നെ ഇക്ക
ഇക്കരെ നിൽക്കുമ്പോഴത്തേക്കും അക്കരെ പച്ച എന്ന് പറയണത് പോലെ തന്നെയാണ്, അങ്ങനെ തോന്നുമെന്ന് പറയാറില്ല ഒരു ചൊല്ല്. അതുപോലെ ഞങ്ങൾക്ക് ഈ സൈഡിൽ നിന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച് ശരി ഇനി നമുക്ക് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അതുകൊണ്ടിട്ട് നമ്മളിപ്പോൾ വണ്ടി തിരിച്ച് ഈ റോഡ് വഴി തന്നെ പോയി പിന്നെ അവിടുന്ന് മലമ്പുഴ ഗാർഡൻ്റെ അവിടുന്ന് റൈറ്റിലോട്ട് പോകണം. അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡ് എത്താം. ഞങ്ങൾ വിചാരിച്ച് ഇത്രയും ഭംഗി ഇവിടുന്ന് കണ്ടത് മതി, ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി നിന്ന് കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് പോകുവാണ്. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ചില പാർക്കിംഗ് സ്പേസുകളൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോഴത്തേക്കും വിചാരിച്ച് ഇറങ്ങി ഒന്ന് ഡാമിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും മഴയൊന്നും ഇല്ല, പക്ഷെ നല്ല മഴക്കാറ് നിൽപ്പുണ്ട്, മലയൊക്കെ മൂടി. എന്നാലും നമുക്ക് കിട്ടിയൊരു ചാൻസ് അല്ലേ, കുറച്ച് നേരം ഇറങ്ങി നിന്ന് ആ വെള്ളത്തിൻ്റെ അടുത്തോട്ടൊക്കെ പോയി നിന്ന് കളിക്കാം കേട്ടോ. അവിടെയൊന്നും വലിയ താഴ്ചയൊന്നുമില്ല, കുട്ടികളെയൊക്കെ ഇറക്കി വിടാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, മഴയില്ലാത്ത സമയത്ത് ഒരു മൈതാനമാണിതൊരു വലിയ ഗ്രൗണ്ട്. അപ്പം അങ്ങനെ ആഴമൊന്നുമില്ല, പിന്നെ ഒരുപാട് ഉള്ളിലോട്ട് പോകാതിരിക്കാൻ പറ്റില്ല, ചെളിയൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ സൈഡുകളിലൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ നിന്ന് കളിക്കാം. പക്ഷേ മഴയാണ് നമ്മളെ ചതിക്കുന്ന രീതിക്ക് നിൽക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് കുട്ടികളെയും കൊണ്ടൊന്ന് നിൽക്കുക, അവരുടെ സന്തോഷം അതാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ച് വന്നപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ്. ഞങ്ങളോ മഴ പെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ച് കുടയും കയ്യിലെടുത്തില്ല. പിന്നെ ഇനി പോവാണ്ട് നിവർത്തിയില്ല, തിരിച്ച് കയറുക തന്നെ വഴിയുള്ളൂ. ഒരുപാട് മഴ നനഞ്ഞ് പനി പിടിപ്പിക്കേണ്ടല്ലോ, സ്കൂൾ ടൈമൊക്കെയാണ്, എക്സാമൊക്കെ വരുന്നത്. പിന്നെ വിചാരിച്ച് വേണ്ട, കയറാം, ഇനി ഒരു ദിവസം ഇതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഇറങ്ങാം. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, അതായത് റൈറ്റ് സൈഡിൽ കൂടി, അപ്പം നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കിട്ടും. അപ്പം ഞങ്ങളിതേ റൈറ്റ് സൈഡിലോട്ടേക്ക് ഡാമിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞിങ്ങോട്ട് പോരുമ്പോൾ ഡാം തുറന്ന് വിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഗാർഡൻ്റെ ഉള്ളിലും കയറാൻ പറ്റില്ല, മഴയായത് കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വിചാരിച്ച് കുറച്ച് നേരം മുമ്പോട്ട് പോയപ്പോൾ മനസ്സിലായി ഈ മഴ നിൽക്കുന്ന ലക്ഷണം ഇല്ല, പിന്നെ ആ വഴി നമ്മൾ മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല, എവിടെ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ മലമ്പുഴയുടെ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റിയില്ല എന്നുള്ള നിരാശയോട് കൂടെ നമ്മൾ തിരിച്ചു പോരുമ്പോഴത്തേക്കാണ് ഈ പാലം കണ്ടത്. നല്ല ഭംഗിയുണ്ട്, അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. നല്ല മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്തായിരിക്കും വെള്ളം അപ്പുറത്തേക്ക് പോകുന്നത്, അതും ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം റോഡിനോട് ചേർന്ന് വെള്ളം എത്തിക്കഴിഞ്ഞ് നമ്മളങ്ങനെ പോയി ടൗണിൻ്റെ അടുത്തോട്ടൊക്കെ എത്തിയപ്പോൾ ഈ ഭാഗത്തൊന്നും മഴയേ ഇല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയെങ്ങും മഴയേ ഇല്ല. നമുക്ക് സങ്കടമായി, ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മഴയും ഇല്ലല്ലോ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം വിനുവേട്ടനെ നമ്മൾ പഞ്ചായത്തിൽ വെച്ച് കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വിനുവേട്ടൻ്റെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വരാം, പിന്നെ നമ്മളുടെ സ്ഥലമുണ്ട് അവിടെയും കയറാമെന്ന് വിചാരിച്ച്. അങ്ങനെ പോകുന്ന വഴി കാണുന്നതാണ് നമ്മളുടെ യുവക്ഷേത്ര കോളേജ്. ഇവിടെയാണ് ചേച്ചി പഠിപ്പിക്കുന്നത്, ലെക്ചറായിട്ട് ഇവിടെയാണ് വർക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മൾ യുവക്ഷേത്ര ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. പോകുന്ന വഴി ആലോചിച്ച് കുറേ നാളായി നമുക്ക് മുണ്ടൂർ കുറച്ച് സ്ഥലമുണ്ട്, അവിടേക്ക് ഒന്ന് പോയി നോക്കിയിട്ട്. നല്ല ഭംഗി ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കുള്ളൊരു കാഴ്ച, നല്ല പച്ചപ്പും പാടവും അതൊക്കെയാണ്. നമ്മളുടെ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയണത്, നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയണത് ഈ കാണുന്ന ഈ പച്ചപ്പും ഇതുമൊക്കെയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽകൃഷി തട്ടായിട്ടാണ്, ഓരോ തട്ടായിട്ട് ഇങ്ങനെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കാണുന്ന ഈ ഒരു കാട് പോലെ കാണില്ലേ, ഇതിൻ്റെ അപ്പുറത്ത് വലിയ വലിയ മലകളൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ മൂടിക്കിടക്കുക, നമുക്കിപ്പോൾ ഒന്നും അത് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. അങ്ങ് ദൂരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കാണാം, പക്ഷേ ഈ അടുത്തുള്ളത് നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങ് അറ്റത്തൊരു കലുങ്ക് പാലമൊക്കെ ഉണ്ട്. ഇത് ഈ വരമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ അറ്റത്ത് ചെന്നിരുന്ന് നമുക്കതൊക്കെ കാണാം. അപ്പോൾ നമ്മൾ കുറേ ആയി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്, മൊത്തം കാട് കയറി കിടക്കുകയാണ്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ മഴയ്ക്ക് മുന്നേക്ക് കാട് വെട്ടി തെളിച്ചതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ മഴ കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ വീണ്ടും കാട് കയറി കിടക്കുക. പണ്ടൊക്കെ നമ്മൾ പാലക്കാട് വീട്ടിലോട്ട് വരണ സമയമാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിച്ച്, ഇവിടുത്തെ കരിങ്കൽ തട്ടുണ്ട് ഇവിടെ അവിടെ വന്നിരുന്ന് നമ്മളിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊരു പ്രത്യേക ഭംഗിയാണല്ലോ, നമുക്കിങ്ങനെ ഇവിടെ വന്നിരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ വിനുവേട്ടൻ്റെ വീട്ടിലോട്ടെത്തി. അപ്പം വിനുവേട്ടൻ്റെ മുകളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷനൊക്കെ തരികയാണ്, അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് നേരം കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് എന്നിട്ട് പോകാമെന്ന് കരുതി. അപ്പോഴാണ് ചേച്ചി പറയണത് പുറകിലെ വശത്ത് നെല്ലിക്കാമരം നിൽപ്പുണ്ട്, അപ്പം നിറയെ നെല്ലിക്കയുണ്ട്, മൊത്തം താഴെ വീണ് പോകുവാണ്. അപ്പം ആവശ്യത്തിന് പറിച്ചെടുക്കുക, അത് പിള്ളേർക്കൊക്കെ ഉപ്പിലിട്ടാണെങ്കിലും അച്ചാറിട്ടാണെങ്കിലും ഒക്കെ കൊടുക്കുക, നല്ലതല്ലേ എന്ന് പറഞ്ഞ്.
അപ്പോൾ പിന്നെ അടുത്ത ദൗത്യം എന്ന് പറയണത് ഇതിൽ നിന്ന് നെല്ലിക്ക പറിക്കലാണ്. പിള്ളേർക്ക് കണ്ടപ്പോൾ തന്നെ നെല്ലിക്ക വേണമെന്നാനും. പിന്നെ ശരിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലേ പറിച്ചു കൊടുക്കുക. ഇതാകുമ്പോൾ നല്ല ഫ്രഷ് സാധനം കിട്ടും. വലുതും ചെറുതുമായിട്ടൊക്കെ നിറയെ ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരു തോട്ടി സംഘടിപ്പിച്ച് അങ്ങനെ അത് കൊണ്ടിട്ട് നിന്ന് തട്ടി തട്ടി നെല്ലിക്ക പറിച്ചു കൊടുക്കുകയാണ്. പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ, താഴെ ഇടുന്നത് പെറുക്കിയെടുക്കുക, ഇതെല്ലാം പറിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ ഉള്ളത്. ഒരുപാട് നെല്ലിക്ക ഉണ്ട്. പക്ഷെ നമുക്ക് അത് അത്രയും ഹൈറ്റിൽ നിന്ന് നമുക്ക് പറിച്ചിടൽ പറ്റുന്നില്ല. നിറയെ താഴെ വീണ് കിടപ്പുണ്ട്. പിന്നെ താഴെ വീണ് കിടക്കണ ഫ്രഷ് എല്ലാം മുകളിലുണ്ടല്ലോ എന്നോർത്താണ് ഇതിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്നത്. അങ്ങനെ നെല്ലിക്ക പറിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മുൻവശത്ത് ഒരു റോസിൽ നിറയെ പൂവൊക്കെ ഉണ്ടായി കിടക്കണ കണ്ടത്. പിന്നെ ഇവിടുന്ന് എറണാകുളം വരെ കൊണ്ടുപോയി ഇത് തലയിൽ വെച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്ന നടപ്പാകണ കാര്യമല്ലാത്തതുകൊണ്ട് പിന്നെ അത് പറിക്കാനൊന്നും നിന്നില്ല. പിന്നെ എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ഇവരോട് നമ്മൾ കുടുംബത്തോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡിയായി വരും. നമ്മൾ ആദ്യമേ തന്നെ പോകുവാണ്. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞ് നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ഇനി ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തി. നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മാമൻ്റെ മകനും വൈഫും പിള്ളേരും ഒക്കെ കൂടെ വന്ന് പിന്നെ എല്ലാവരും കൂടെ ആയി കുക്കിങ്ങും കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കനും ഉച്ചക്കത്തേക്ക് റെഡിയാക്കി പിള്ളേർക്കൊക്കെ ആദ്യം കഴിക്കാൻ കൊടുത്ത് പിന്നെയാണ് നമ്മൾ കഴിക്കാനൊക്കെ ഇരുന്നത്. പിന്നെ വിനുവേട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിനുവേട്ടൻ വീട്ടിൽ ചിക്കൻ കറി വെച്ചതിൻ്റെ ടേസ്റ്റും കറിയുടെ കളറും ഒക്കെ കാണിച്ചു തരുവാണ് എന്നെ. നമ്മൾ വെച്ച കറിയൊന്നും ഇത്രയും വരില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബാലൂസിന് സ്കൂളിലോട്ടൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഓല കൊണ്ടിട്ടുള്ള കളിപ്പാട്ടങ്ങൾ പണ്ടത്തതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണമെന്നുള്ളത്. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് കുറേ ഓലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അതുമൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഉണ്ടാക്കുകയാണ്. വലിയവരെ സംബന്ധിച്ച് അവരുടെ കുഞ്ഞിലെ അവരുണ്ടാക്കി കളിച്ച സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുക, അതൊക്കെ മക്കൾക്ക് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ എല്ലാവരും നിന്നുകൊണ്ട് പഴയ ഓർമ്മയിലൊക്കെ ഓർത്തെടുത്ത് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ പന്ത്, വാച്ച്, കണ്ണട, പാമ്പ്, അങ്ങനെ കുറേ ഐറ്റം ഉണ്ടാക്കി. അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയി. ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ പാലക്കാടൻ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.